പ്രിയപ്പെട്ട അധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, വളരെ സംഘർഷഭരിതമായുള്ളൊരു പശ്ചാത്തലത്തിലാണ് ഉദ്ഘാടന പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമെല്ലാം, അല്ലെങ്കിൽ ആവിധം ആരും ആരോടും പ്രത്യേകിച്ച് ഒന്നും പറയാതെ തന്നെ പറയാതിരിക്കുന്ന നമ്മുടെ മൗനത്തിൽ വരെ ഒരു വലിയ നീറ്റലായി, മുറിവായി നേരത്തെ ഇവിടെ പരാമർശിച്ചു. നമ്മളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ, ഇന്ത്യയുടെ, ലോകത്തിലെ ഏത് പ്രദേശത്തുള്ള മനുഷ്യരെ പോലെ തന്നെ കളിച്ചും ചിരിച്ചും പരാതിപ്പെട്ടും പരിഭവിച്ചും പ്രതിഷേധിച്ചും ഇതൊന്നും അറിയാതെ ഉറങ്ങിയും ഒക്കെ കഴിഞ്ഞുകൂടിയ നമുക്കിടയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ വിഭാഗം മനുഷ്യർ അപ്രതീക്ഷിതമായി അവസാനിച്ചു പോയ ഒരു പശ്ചാത്തലത്തിൽ എല്ലാ സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങളുമൊക്കെ കേരളത്തിലുടനീളം മാറ്റിവെച്ചുകൊണ്ടിരിക്കുന്നൊരു പശ്ചാത്തലത്തിൽ എന്തുകൊണ്ട് ഇവിടെ ഇബ്രാഹിം ബേവിഞ്ച മാഷിൻ്റെ ഈ ഒരു അനുസ്മരണം നമ്മൾ മാറ്റിവെക്കാതെ നടത്തി എന്നുള്ളത് സ്കാനിയ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. കാരണം ഇതൊരാഘോഷമല്ല, ഇതൊരു ആർഭാടമല്ല, ഇത് പൊങ്ങച്ചമല്ല, ഇതൊരു പരസ്യമല്ല, ഇതൊരു ലേലം വിളിയല്ല, മറിച്ച് ഇത് ഈ പ്രദേശത്ത് മാത്രമല്ല, നേരത്തെ ഇവിടെ വിവരിച്ചതുപോലെ മാനവികതയുടെ ഒരു കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ നിങ്ങളും ഞാനും ഇടപെട്ട് നിരന്തരം എഴുതിയാലും തീരാത്ത മനുഷ്യപ്പറ്റിൻ്റെ ഒരു മാനിഫെസ്റ്റോ, ആ മാനിഫെസ്റ്റോ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ നേതൃത്വപരമായ പങ്കുവഹിച്ച മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ, അധ്യാപകൻ, ഗവേഷകൻ, പ്രഭാഷകൻ, ചിന്തകൻ, മികച്ച അധ്യാപകരിലൊരാൾ, അങ്ങനെയുള്ള സുഹൃത്ത് ബേവിഞ്ച മാഷിൻ്റെ അനുസ്മരണമാണ്. അതുകൊണ്ട് ആഘോഷങ്ങൾ മാറ്റിവെക്കപ്പെടേണ്ടതുണ്ട്. അതേസമയം അനുസ്മരണം എന്നുള്ളത് നമ്മൾ ഈ നേരത്തെ ഞാൻ പറഞ്ഞ അവസ്ഥയോട് വേറൊരു വിധത്തിൽ ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം അനുസ്മരണം അടിസ്ഥാനപരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് മാത്രമാണ്. ഓർമ്മകളില്ലെങ്കിൽ നമ്മൾ പിന്നെ ഒന്നുമല്ല എന്നാണ്, പിന്നെ നമ്മൾ ഒന്നിനും കൊള്ളില്ല എന്നാണ്. മനുഷ്യനും ജന്തുവും തമ്മിലുള്ള വ്യത്യാസം സത്യത്തിൽ നിരവധി കാര്യങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് നമുക്ക് സമർത്ഥിക്കാൻ പറ്റും. പക്ഷേ ഓർമ്മയാണെല്ലാം. നമ്മുടെ ചിന്ത, നമ്മുടെ ഭാവന, നമ്മുടെ സൗഹൃദം, നമ്മുടെ ആദർശം, ഇതെല്ലാം കണ്ണിയേർക്കപ്പെട്ടിരിക്കുന്നത് ഓർമ്മകളിലേക്കാണ്. ഓർമ്മകളില്ലെങ്കിൽ, ആ കണ്ണി പൊട്ടിപ്പോയാൽ പിന്നെ ഇതൊക്കെ ചെതറിപ്പോവും, പെറുക്കിയെടുക്കുക പ്രയാസമായി തീരും. അതുകൊണ്ട് ഓർമ്മകളുടെ, ഇബ്രാഹിം ബേവിഞ്ച മാഷെ ഓർമ്മിക്കുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ മാത്രമല്ല ഓർമ്മിക്കുന്നത്, അദ്ദേഹം ഏതു തരത്തിലുള്ള ഇടപെടലുകളാണോ നടത്തിയത്. ജീവിതമെന്ന് പറയുന്നത് തന്നെ ഇടതടവില്ലാത്ത ഇടപെടലുകളാണ്. അത്തരത്തിലുള്ള ഏത് ഇടപെടലിൻ്റെ പേരിലാണ് നമ്മൾ ഒരാളെ ഓർമ്മിക്കേണ്ടത്. ഒരു മനുഷ്യൻ, ഞാനോ നിങ്ങളോ നടത്തിയ എല്ലാ ഇടപെടലിൻ്റെയും പേരിൽ ചരിത്രത്തിൽ ഒരാളും ഓർമ്മിക്കപ്പെട്ടിട്ടില്ല, ഓർമ്മിക്കപ്പെടാൻ കഴിയുകയില്ല. എന്തിന്? നമ്മൾ നടത്തിയ എല്ലാ ഇടപെടലുകളുടെയും പേരിൽ നമുക്ക് തന്നെയും നമ്മൾ ഓർമ്മിക്കാൻ പറ്റില്ല. മറിച്ച് ചില ഇടപെടലുകൾ, ആ ഇടപെടൽ നമ്മളിൽ തുടങ്ങിയതായിരിക്കും, പക്ഷേ നമ്മളിൽ അത് അവസാനിച്ചിട്ടുണ്ടാവില്ല. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ അവസാനങ്ങളില്ലാത്ത ആരംഭങ്ങളുടെ ഒരു ഘോഷയാത്രയായിരിക്കും അത്. അതിനൊരു തുടക്കം ഉണ്ടാവാം, പക്ഷെ അതിനൊരു ഒടുക്കമുണ്ടാവില്ല. തുടക്കമുണ്ടാവുന്നു എന്ന് ഞാൻ പറയുന്നത് അതേതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങിയതാവാം, പക്ഷെ ഒടുക്കമുണ്ടാവില്ല എന്ന് പറയുന്നത് അത് ആ വ്യക്തിയിൽ അവസാനിക്കുന്നില്ല, ആ വ്യക്തിയുടെ ബന്ധുക്കളിലോ സുഹൃത്തുക്കളിലോ അവസാനിക്കുന്നില്ല, അതിപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ അവസാനിക്കുന്നില്ല, അതിനി പിറക്കാനിരിക്കുന്നവരെ കൂടി. അതുകൊണ്ട് ഒരു ഇടപെടൽ ഏറ്റവും ശ്രദ്ധേയമായി തീരുന്നത് ജീവിച്ചിരിക്കുന്നവരോട് മാത്രമല്ല, മരിച്ചവരോടും പിറക്കാനിരിക്കുന്നവരോടും ഒരേ സമയം അതിന് സംസാരിക്കാൻ കഴിയുന്നതുകൊണ്ടാണ്. അവിടെയാണ് എഴുത്ത് എന്നുള്ളത്. നമ്മൾ സാധാരണ സാഹിത്യം എന്ന് പറയും, പക്ഷേ ഇന്ന് സാഹിത്യം എന്നുള്ളതിനേക്കാൾ
പൊതുവെ പരിഗണിക്കുന്നത് എഴുത്ത് എന്ന അനാർഭാടമായ ഒരു പ്രയോഗമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതുകൊണ്ട് എഴുത്തിൻ്റെ ഒരു ലോകം, ആ ലോകത്ത് വ്യാപരിച്ച ഒരു വലിയ പ്രതിഭാശാലി, ആ പ്രതിഭാശാലിയെക്കുറിച്ച് എന്നേക്കാൾ ഇവിടെ കൂടിയിരുന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ, അതുപോലെ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ ഷിഹാബുദ്ദീൻ, അദ്ദേഹം വ്യക്തിപരമായി പറഞ്ഞ കാര്യം പോലും അദ്ദേഹം ഇവിടെ പ്രഭാഷണത്തിൽ പറഞ്ഞിട്ടില്ല. അതൊരു ഔചിത്യം കൊണ്ടാണ്. കാരണം നിരവധി പേർ സംസാരിക്കാനുണ്ട്. പിന്നെ എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു ഗുണമെന്ന് പറയുന്നത് വളരെ ദൂരേന്ന് വരുന്ന ഒരു കക്ഷി ആയതുകൊണ്ടുള്ള ഒരു ആനുകൂല്യമാണ്. വളരെ ദൂരേന്ന് വരല്ലേ, അതുകൊണ്ട് ആ ആനുകൂല്യം ഞാനതിനെ കാണുന്നത്, ഞാൻ ഈ ഓർമ്മയെ കാണുന്നത് മറ്റൊരു തരത്തിലാണ്. ബിബിൻ മാസ്റ്റർ ഈ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ, എല്ലാ പുസ്തകം പ്രകാശനം ചെയ്യുമ്പോഴും പറയുന്ന ഒരു പതിവ് കാര്യമുണ്ട്. അതിവിടെയും പറയാതെ വയ്യ. അത് മറ്റൊന്നുമല്ല, ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം മറ്റെല്ലാ പുസ്തകത്തിൻ്റെ പ്രകാശനം പോലെ ഇവിടെ ഒരാൾ, അതിപ്പോൾ ഇവിടെ ഞാനായിരുന്നേ ഉള്ളൂ, അത് ഏതൊരാൾക്കും ചെയ്യാവുന്നതേ ഉള്ളൂ, ഒട്ടും ഭാരമുള്ളൊരു പണിയല്ല. ആ പുസ്തകം അങ്ങോട്ട് എടുക്കുക, വേറെ ഒരാൾക്കാണ്ട് കൊടുക്കുക, അത് ക്യാമറയിൽ പതിയും, പിന്നെ അത് ആളുകൾ കൈയടിച്ചിട്ട് പുസ്തകം പ്രകാശനം ചെയ്യപ്പെട്ടതായി പ്രഖ്യാപിക്കും. പക്ഷേ അവിടെ പുസ്തക പ്രകാശനം പൂർണ്ണമാവുന്നില്ല. പുസ്തക പ്രകാശനം പൂർണ്ണമാവണമെങ്കിൽ ആ പുസ്തകം ആളുകൾ സ്വന്തം പണം കൊടുത്ത് ചുരുങ്ങിയതൊരു കോപ്പിയെങ്കിലും വാങ്ങണം, ഒന്നാമത്തെ കാര്യം. എന്നാലും പൂർണ്ണമാവില്ല. വാങ്ങിക്കഴിഞ്ഞ ശേഷം വായിക്കണം. വായിച്ചാൽ മാത്രം മതിയാവില്ല, വായിച്ചിട്ട് അതിലെത്ര വെളിച്ചമുണ്ട്. മലയാളത്തിൻ്റെ മഹാകവി ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ വളരെ പ്രശസ്തമായൊരു പ്രയോഗം കടമെടുത്താൽ, വെളിച്ചം തൂകിയിടുവോളം പൂജാർഹം താനൊരാശയം. വെളിച്ചമുള്ള ഏതൊരാശയം അതെവിടെ നിന്ന് വരുന്നു എന്നുള്ളത് അപ്രസക്തമാണ്. അത് ആഘോഷിക്കപ്പെടേണ്ടതാണ്, സ്വീകരിക്കപ്പെടേണ്ടതാണ്, സ്വാഗതം ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെ വെളിച്ചമുണ്ടോ? മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ കൃതിയുടെ സൂക്ഷ്മ വായന. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത്, ഈ പുസ്തകം ചുരുങ്ങിയത് ഇവിടെ കൂടിയിരിക്കുന്നവർ ഒരു കോപ്പിയെങ്കിലും വാങ്ങണം. ഒരു കോപ്പി വാങ്ങിയാൽ പോരാ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്ക് സമ്മാനമായി, ഇപ്പം ഇവിടെ സത്യത്തിൽ നമ്മളോടുള്ള സ്നേഹമായിട്ട് ആളുകൾ പൊതുവെ ചെയ്യുന്നത് ഈ ഷാളൊക്കെ അണിയിക്കുകയാണ്. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിനേക്കാളും കുറേ കൂടി നന്നാവുക റഫറൻസ് പുസ്തകങ്ങൾ. അതുപോലെ തന്നെ ഒരു പ്രദേശത്ത്, ഇപ്പം എം ടിയുടെ പുസ്തകം നമ്മൾ ഒരു സാംസ്കാരിക സമ്മേളനത്തിൽ സമ്മാനം കിട്ടിയ ഒരു കുട്ടിക്ക് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ പ്രത്യേകിച്ച് കൊടുക്കാതെ തന്നെ അത് പല സ്ഥലത്ത് നിന്നും കിട്ടിക്കൊണ്ടിരിക്കും. എന്നാൽ ഈ പ്രദേശത്തെ വളരെ സർഗസമ്പന്നനായ എഴുത്തുകാരൻ്റെ, എഴുത്തുകാരിയുടെ, അല്ലെങ്കിൽ ഒരു ട്രാൻസിൻ്റെ ഒരു പുസ്തകം കൊടുക്കുമ്പോൾ അതൊരു സർഗാത്മക പ്രാദേശികതയുടെ ഭാഗമാണ്. ഒരുപക്ഷെ വളരെ അപകടകരമാം വിധം ഒരു മേൽക്കൊയ്മ ദേശീയത നമ്മുടെ മേൽ കെട്ടിവെക്കപ്പെടുന്ന ഒരു കാലത്ത് അതിനോടുള്ള ചെറുത്തുനിൽപ്പ് കൂടിയാണ് സർഗാത്മക പ്രാദേശികതയുടെ ഒരു ആവിഷ്കാരം എന്ന് പറയുന്നത്. ഇബ്രാഹിം ബേവിഞ്ച മാഷ്ട അനുസ്മരണത്തിന് അത്തരമൊരു തലമുണ്ട് എന്നും അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ, ഈ പുസ്തകം ആദ്യം മുതൽ അവസാനം വരെ മുഴുവൻ വായിക്കാൻ ഇന്ന് കിട്ടിയതുകൊണ്ട്, ഇന്ന് തന്നെ ഒരു 11 മണിക്ക് ശേഷമാണ് പുസ്തകം കയ്യിൽ കിട്ടുന്നത് എന്നുള്ളതുകൊണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ, ഞാനിവിടെ പറഞ്ഞ വിമർശനാത്മകമായ അർത്ഥത്തിൽ എനിക്കത് വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ അത് രണ്ടാം വായന എന്ന അർത്ഥത്തിൽ നമുക്ക് മാറ്റിവെക്കാം. ഒന്നാം വായനയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇതിലുള്ളൊരു മനുഷ്യപ്പറ്റാണ്. അത് വളരെ പ്രധാനമാണ്. നമ്മൾ സാധാരണ എല്ലാ മനുഷ്യരും അവരുടെ കുട്ടികൾ, ആ കുട്ടികളെക്കുറിച്ച് സ്വപ്നം ഉണ്ടാവും. ആ സ്വപ്നം നല്ലതാണ്, അതിലെന്തെങ്കിലും തെറ്റുണ്ടെന്ന് പറയാൻ പറ്റില്ല. അവരൊക്കെ വളരെ ഉന്നതമായ പദവിയിലെത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തിനെ നമുക്ക് ആക്ഷേപിക്കാൻ പറ്റില്ല. പക്ഷെ എത്ര ഉന്നതമായ പദവിയിലെത്തിയാലും എത്തിയിട്ടില്ലെങ്കിൽ മനുഷ്യപ്പറ്റുണ്ടാവണം. അതുകൊണ്ട് തന്നെ ഒരു കോളത്തിൽ, ഈ കോളത്തെപ്പറ്റി പറയുമ്പോൾ ഞാൻ അന്തം വിട്ടു പോയിട്ടുണ്ട്. സത്യത്തിൽ 18 കൊല്ലമൊക്കെ ഒരു മനുഷ്യൻ കോള എഴുതാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ആ ഒരൊറ്റ കാര്യത്തിന് അദ്ദേഹത്തെ നമ്മൾ അഭിവാദ്യം ചെയ്യണം.
വളരെ പ്രയാസകരമായ കാര്യമാണ്. വ്യക്തിപരമായ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു അനുഭവമുണ്ട്. ഞാനും ഈ കോൾ എഴുതാൻ പലതരം നിർബന്ധങ്ങൾ കൊണ്ട് ദേശാഭിമാനി വാരിക, വർത്തമാനം, മംഗളം, സുപ്രഭാതം, മാധ്യമം, ഇപ്പം ഞാൻ തുടരുന്ന ഏക കോളം 2 മാസമായിട്ടേ ഉള്ളൂ. എത്ര മുന്നോട്ട് പോകുന്ന ഉറപ്പില്ല. ഓരോ ആഴ്ച അങ്ങോട്ട് കോളം കൊടുക്കേണ്ട ദിവസമെത്തുമ്പോൾ ഒരു പെടച്ചിലാണ്. അങ്ങനെ നോക്കുമ്പോൾ ബേബിൻ്റെ മാഷ് 18 കൊല്ലം തുടർച്ചയായിട്ട് എഴുതിയെന്ന് പറഞ്ഞാൽ അതൊരു വേറിട്ട ജീവിതമാണ്. അല്ലാതെ അസാധ്യമായ ഒരു കാര്യം തന്നെയാണത്. കൃഷ്ണനായർ മാഷ് എഴുതിയിട്ടുണ്ട്. എത്ര കൊല്ലം എനിക്ക് കൃത്യം അറിഞ്ഞുകൂടാ. അത് വേറെ തരത്തിലുള്ളൊരു എഴുത്തായിരുന്നു. നമ്മളൊരു ബഹുസ്വരതയെ നമ്മൾ ആദരിക്കണം. അതായത് ഏതെങ്കിലും ഒരു മാതൃകയിൽ നമ്മൾ സ്തംഭിച്ചു പോകാൻ പാടില്ല. നമ്മൾ നിരവധി മാതൃകകളിലേക്ക് വിമോചിതമാകണം. നമുക്കൊക്കെയുള്ള എല്ലാ മനുഷ്യരുടെയും യാഥാസ്ഥിതിത്വം പ്രവർത്തിക്കുന്നത് ചിലപ്പോൾ മികച്ച മാതൃകയായിരിക്കും. പക്ഷെ മികച്ച മാതൃകയാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരു മികച്ച മാതൃക മാത്രമല്ല ഉണ്ടാവുക, നിരവധി മികച്ച മാതൃകകൾ ഉണ്ടാവും. അതുകൊണ്ട് നിരവധി മാതൃകകളിലേക്ക് നമ്മൾ വിമോചിതരാവണം. ഞാൻ പറഞ്ഞു വരുന്നത് ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം, പ്രകാശന വേളയിലെ ഒരു സ്റ്റോക്ക് ഡയലോഗ്. ഈ പുസ്തകം എല്ലാവരും വാങ്ങണം, വായിക്കണം. അതോടുകൂടി ഇതിൻ്റെ പ്രകാശനം പൂർണ്ണമാവും. അതുകൊണ്ട് ഇതിൻ്റെ പ്രാഥമിക പ്രകാശനം നടത്തിയ ഒരാളെന്ന നിലക്ക് എനിക്ക് ഈ പ്രബുദ്ധ സദസ്സിനോട് അപേക്ഷിക്കാനുള്ളത്, ഇതിൻ്റെ പൂർണ്ണ പ്രകാശനം സാധ്യമാക്കാനുള്ള പ്രവർത്തനത്തിൽ നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കണമെന്നാണ്. അതാണ് ആദ്യത്തെ അപേക്ഷ. രണ്ടാമത്തേത്, തീർച്ചയായിട്ടും സ്കാനിയൊക്കെ എന്നോട് പറയണ്ടായി പുസ്തകത്തെക്കുറിച്ചും. നേരത്തെ ഇവിടെ സന്തോഷ് മാഷ് പറയണ്ടായി, മറ്റു പലരും അത് പങ്കുവെക്കും. നിരവധി ആശംസാ പ്രസംഗങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. അതുകൊണ്ട് പുസ്തകത്തെക്കുറിച്ചല്ല, നമ്മളിന്ന് ജീവിക്കുന്നൊരു കാലത്തെക്കുറിച്ച് ആണ് കയ്യൻ കുറച്ച് നേരം സംസാരിക്കേണ്ടത് എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. അത് വളരെ ശരിയാണ്. കാരണം ഏത് അനുസ്മരണവും ആ പേരിന് അർഹമാവുന്നത് നാം ജീവിക്കുന്ന കാലത്തിന് അഭിമുഖമായിരിക്കുമ്പോൾ മാത്രമാണ്. പലരും തെറ്റിദ്ധരിക്കുന്നത് അനുസ്മരണം എന്നത് ഭൂതകാലത്തെ സംബന്ധിക്കുന്ന ഒരു കാര്യമാണെന്നാണ്. അല്ല, അത് വർത്തമാനത്തെയും ഭാവിയെയും ഭൂതവുമായി ബന്ധിപ്പിക്കുന്ന, ഭൂതത്തിൻ്റെ സാധ്യതകളോട് വർത്തമാനത്തിൻ്റെ സത്യത്തെയും ഭാവിയുടെ സ്വപ്നത്തെയും സമന്വയിക്കുന്ന ഏറ്റവും വലിയൊരു സർഗാത്മക പ്രവർത്തനമാണ് സത്യത്തിൽ അനുസ്മരണം. എന്തുകൊണ്ടെന്നാൽ മരിച്ചവർ നമ്മുടെ പ്രശംസകൾ ആവശ്യപ്പെടുന്നില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല. പ്രശംസകൾ വേണ്ടത്, സ്തുതികൾ വേണ്ടത്, നല്ല വാക്കുകൾ കേൾക്കേണ്ടത് ജീവിച്ചിരിക്കുന്നവർക്ക് മാത്രമാണ്. മരിച്ചവർ മറ്റൊരു ലോകത്ത്. പക്ഷേ നമ്മളെല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരാൾ ജീവിച്ചിരിക്കുന്നത് വരെ അയാളെക്കുറിച്ച് ഒരു 2 നല്ല വാക്ക് പറയാൻ നമുക്ക് വലിയ മടിയായിരിക്കും. അക്കാര്യത്തിൽ നമ്മൾ വളരെ പിശുക്കാണ്. എന്നാൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ ധൂർത്തരാണ്. വൈലോപ്പിള്ളി അരിയില്ലാഞ്ഞിട്ട് എന്ന പേരിൽ ഒരു കവിതയിലൂടെ ഇതിനെ നിർദ്ദയം പരിഹസിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്ന നാൾ ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഭക്ഷണമില്ല, വസ്ത്രമില്ല, ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. രോഗിയായി കിടന്നു, ആരും ചെന്ന് നോക്കിയില്ല. അയാൾ വളരെ പ്രയാസപ്പെട്ടു. ഒടുവിൽ മരിച്ചപ്പോൾ എല്ലാവരും കൂടി ഓടിയെത്തി. ചിലർ മാവ് വെട്ടുന്നു, ചിലർ വേലി തട്ടുന്നു, ചിലർ ചെത കൂട്ടുന്നു. അവസാനം എല്ലാ കർമ്മങ്ങളും ചെയ്ത് ചിതയിലേക്ക് എടുക്കേണ്ട ഒരു സമയം വന്നപ്പം ഈ കരക്കാരൻ, ഈ ചടങ്ങുകൾ ചെയ്യുന്ന ആൾ ചോദിച്ചു, ഇത്തിരി ഉണക്കലരി വേണം, അവസാനത്തെ കർമ്മമാണ്. അപ്പം കരച്ചിലിനിടയിൽ ആ കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അപ്പോൾ വിധവയായി തീർന്ന അയാളുടെ പങ്കാളി പറഞ്ഞു അത്രേ, അരിയുണ്ടെന്നാൽ അങ്ങോരന്തരിക്കുകയില്ലല്ലോ എന്ന് പറഞ്ഞു അത്രേ. വൈലോപ്പിള്ളി കൃത്യമായിട്ട് വിമർശന വിധേയമാവുന്നത് ഏതെങ്കിലും ഒരു ചടങ്ങിനെയല്ല, മറിച്ച് അദ്ദേഹം വിമർശന വിധേയമാക്കുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അവഗണിക്കുകയും മരിച്ചു കഴിഞ്ഞാൽ മാത്രം പരിഗണിക്കുകയും ചെയ്യുന്നൊരു മാനസികാവസ്ഥ. അത് ഒരല്പം കടുത്ത പ്രയോഗമാവാം, ഒരുതരം നെക്രോഫിലിക് മാനസികാവസ്ഥയാണ്. മറിച്ച് നമ്മൾ അനുസ്മരണത്തെ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അതായത് ഇന്ന് അനുസ്മരണം എന്ന് പറയുന്നത് ഭൂതകാലത്തെ സംബന്ധിക്കുന്ന ഒന്നായി പരിമിതപ്പെടുമ്പോൾ അതിനെ നമുക്ക് ഭാവിയുമായും വർത്തമാനവുമായിട്ടും ബന്ധപ്പെടുത്താൻ പറ്റണം. അങ്ങനെയാണ് അനുസ്മരണങ്ങളെ തിരിച്ചു പിടിക്കേണ്ടത്.
ബേവിഞ്ച മാഷയെ അനുസ്മരിക്കുന്ന സമയം തീർച്ചയായും പതിവ് അനുസ്മരണങ്ങളെ തിരിച്ചു പിടിക്കേണ്ട ഒരു സന്ദർഭമാണ്. കാരണം മാഷ് എഴുതിയത്, മാഷ് പറഞ്ഞത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിക്കേണ്ടായി, മാനവികതയുടെയും മതനിരപേക്ഷതയുടെയും പക്ഷത്ത് നിന്നുകൊണ്ടാണ് അദ്ദേഹം എഴുതുകയും പറയുകയൊക്കെ ചെയ്തത്. സാഹിത്യകൃതികൾക്കൊരു പ്രത്യേകതയുണ്ട്. സാഹിത്യകൃതികളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എഴുതുന്ന ആളുടെ രാഷ്ട്രീയം ചിലപ്പോൾ വലതുപക്ഷമായിരിക്കും, പക്ഷേ അയാളുടെ എഴുത്ത് ജനായത്ത മതനിരപേക്ഷ മാനവിക പക്ഷത്തായിരിക്കും. വ്യക്തിപരമായി ചിലർ ജനായത്ത മതനിരപേക്ഷത പക്ഷത്തായിരിക്കും, പക്ഷേ എഴുത്ത് ചിലപ്പോൾ അങ്ങനെ ആവണമെന്നില്ല. അവിടെയാണ് എഴുത്തിൻ്റെ ഒരു സങ്കീർണത എന്ന് നമ്മൾ പറയുന്നത്. എല്ലായ്പ്പോഴും അങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇതൊരു തത്വമല്ല, മറിച്ച് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ തന്നെ സംസാരിക്കുമ്പോൾ നമ്മൾ ഉച്ചരിക്കുന്ന വാക്കുകൾ ചിലപ്പോൾ നമ്മളെ ഒറ്റിക്കൊടുക്കും. നമ്മൾ ജനായത്തവാദിയായിരിക്കും, പക്ഷേ ജനായത്തവാദിയായ ഞാൻ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ വാക്കുകൾ എന്നെ ഒറ്റിക്കൊടുക്കും. കാരണം അത് ജനായത്തപരമാവില്ല ചിലപ്പോൾ ഞാൻ പറയുന്നത്, മതനിരപേക്ഷമാവില്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ രണ്ടാമത്തെ കാര്യം മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുന്നത് അനുസ്മരണങ്ങളെ വീണ്ടെടുക്കുക എന്നുള്ളത് പ്രധാനമാണ്. ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ അതൊരൊറ്റ വാചകത്തിൽ ചുരുക്കി പറയാൻ പറഞ്ഞാൽ, എല്ലാ ചുരുക്കി പറയലിനും ഉള്ള പരിമിതി ഈ പറച്ചിലിനും ഉണ്ട്. ആ പറച്ചിൽ ഇതാണ്: വോട്ടിൽ തോറ്റാലും സെക്കുലറിസത്തിൽ തോൽക്കാൻ പാടില്ല ഒരു ജനത ഒരിക്കലും. എങ്കിലവർ ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ ജീവിതം ആഘോഷിക്കും. ഞാൻ ആവർത്തിക്കുന്നു, എല്ലാ ചുരുക്കി പറയലിനും അതിൻ്റെ ചില പരിമിതികളുണ്ട്. ആ പരിമിതികളെ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഈ അനുസ്മരണത്തെ വീണ്ടെടുക്കുന്നതിൻ്റെ ഭാഗമായി ഇന്നത്തെ വിണ്ടുകീറിയ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വിശദമായി വിവരിക്കേണ്ട, വ്യാഖ്യാനിക്കേണ്ട, വിസ്തരിച്ച് കഥയായും കവിതയായും നോവലായും നാടകമായും സംവാദമായും ഒക്കെ നമുക്കിടയിൽ അവതരിപ്പിക്കേണ്ട അതിബൃഹത്തായ ഒരു ആശയത്തെ ഒരു ചെറിയ വാക്യത്തിൽ ഗുളികപ്രായത്തിൽ ക്യാപ്സ്യൂളാക്കി ഞാൻ മുന്നോട്ട് വെക്കുകയാണ്. ഈ അനുസ്മരണത്തെ വീണ്ടെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുന്നവരുടെ ആലോചനയ്ക്ക് വേണ്ടി വോട്ടിൽ തോറ്റാലും സെക്കുലറിസത്തിൽ മതനിരപേക്ഷതയിൽ ഒരു ജനസമൂഹം ഒരിക്കലും തോറ്റുപോകാൻ പാടില്ല. ഞങ്ങൾ പലതിലും തോറ്റു കൊടുക്കും, പക്ഷേ ഇതിൽ ഞങ്ങൾ തോറ്റു തരില്ല എന്ന പിന്മടക്കമില്ലാത്തൊരു പ്രതിജ്ഞ ഒരു ജനത. എന്തുകൊണ്ടെന്നാൽ തെരഞ്ഞെടുപ്പുകൾ വരും പോകും, എന്നാൽ മനുഷ്യത്വം വരാനല്ലാതെ പോവാൻ പാടില്ല. ജീവിതത്തിൽ ഒരിക്കലും പോവാൻ പാടില്ലാത്ത പലതുമുണ്ട്. അതിലൊന്നാണ് മനുഷ്യത്വം. അതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ, അതായത് ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് ശക്തി പകർന്ന രണ്ട് സംഭവങ്ങൾ മാത്രമാണ് ഈ ഒരു മാഷയെ അനുസ്മരിക്കുന്ന വേളയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. രണ്ട് സന്ദർഭം. ഒരുപാട് കാര്യങ്ങൾ എത്ര പറഞ്ഞാലും അവസാനിക്കാത്ത ഒന്നാണ്. പക്ഷേ ഇതുപോലുള്ളൊരു വേദിയിൽ അത്ര വിവരണങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ ഏത് പ്രതിസന്ധിയിലും ആ പ്രതിസന്ധിക്ക് അപ്പുറത്തേക്ക് മാനവികത ശിരസ്സുയർത്തി നിവർന്നു നിൽക്കുന്നതിൻ്റെ ഉദാഹരണം ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇതുപോലുള്ള അനുസ്മരണങ്ങളൊക്കെ നടക്കുന്നത്. ആ അർത്ഥത്തിൽ രണ്ട് ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. ഒരു കാര്യം, ഈ ഒരു വിവരണത്തിൻ്റെ അടിസ്ഥാന പ്രമാണമായിട്ട് സ്വീകരിക്കുന്നത് 2014 മുമ്പുള്ള ഇന്ത്യയും 2014 ശേഷമുള്ള ഇന്ത്യയും രണ്ടാണ് എന്ന ഒരു അടിസ്ഥാന നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ ഒരു അന്വേഷണം നിർവഹിക്കാൻ പോകുന്നത്. അതിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളവരുണ്ടാകാം. അഭിപ്രായ വ്യത്യാസം ഒരു അപരാധമല്ല, ഓരോരുത്തർക്കും അതിനുള്ള അവകാശമുണ്ട്. അത് അവർക്ക് അവതരിപ്പിക്കാവുന്നതാണ്. അതൊരു ആരോഗ്യകരമായ സംവാദത്തിൻ്റെ വിഷയമാണ്. പക്ഷേ ഒരു സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2014 മുമ്പുള്ള ഇന്ത്യ എല്ലാം തികഞ്ഞ ഇന്ത്യ ആയിരുന്നില്ല. അതിന് നിരവധി പരിമിതികളുണ്ട്. 2002 നടുക്കം കൊള്ളിക്കുന്ന ഗുജറാത്ത് വംശഹത്യ നടന്നത്. 2008 ഒറീസയിലെ കണ്ടമാൽ വംശഹത്യ നടന്നത്. 2013 മുസഫർ നഗറിലെ ഭീതിതമായ കലാപമുണ്ടായത്.
അതിനും പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ 99 ഗ്രഹാം സ്റ്റെയിൻസ് കൊല്ലപ്പെട്ടത്. കുറച്ചുകൂടി പിറകിലേക്ക് വന്നാൽ 992 ഡിസംബർ 6 ബാബറി മസ്ജിദ് പൊളിക്കപ്പെട്ടത്. അങ്ങനെ ഒരുപാട് കൊള്ളരുതായ്മകൾ 2014 മുമ്പത്തെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഇന്ത്യൻ ചരിത്രത്തെ, ഞാനല്ല ഭാവിയിലെ ഇന്ത്യൻ അവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നവർ 2014 മുമ്പ് പിമ്പ് എന്ന് വിഭജിച്ചിരിക്കുമെന്ന് ഇന്ന് നമ്മൾ ഉറപ്പിച്ച് പറയുന്നത്? അതിനുള്ള ഏക കാരണം 2014 മുതലാണ് ഇന്ത്യയിൽ ഏറെക്കുറെ സമ്പൂർണമായ അർത്ഥത്തിലുള്ള ഒരു നവഫാസിസ്റ്റ് രാഷ്ട്രീയ അധികാര വ്യവസ്ഥ. അങ്ങനെ പറയാൻ എന്താണ് കാരണം? അങ്ങനെ പറയാനുള്ള കാരണം പലരും കരുതുന്ന പോലെ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി വിജയിച്ചു എന്നുള്ളതല്ല. മറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ രാഷ്ട്രവ്യവസ്ഥ എന്ന് പറയുന്നത് സ്റ്റേറ്റും ഗവൺമെൻറ്റും ചേർന്നാണ്. സ്റ്റേറ്റ് എന്ന് നമ്മൾ പറയുന്നത്, രാഷ്ട്രമെന്ന് നമ്മൾ പറയുന്നത് സ്ഥിരമാണ്. അതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതിൻ്റെ മിലിറ്ററി, അതിൻ്റെ പോലീസ്, അതിൻ്റെ കോടതി ഉൾപ്പെടെ അത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും പോകുമ്പോഴും അതങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതേസമയം പ്രധാനമന്ത്രി മാറും, മുഖ്യമന്ത്രി മാറും, അത് സർക്കാരാണ്, ഗവൺമെൻറ്റാണ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഗവൺമെൻ്റ് അല്ല. സ്റ്റേറ്റ് മാറുന്നില്ല, സ്റ്റേറ്റ് തുടരുകയാണ്. ഗവൺമെൻറ്റുകൾ മാത്രമേ മാറി വരുള്ളൂ. അതുകൊണ്ട് ഇന്ത്യൻ രാഷ്ട്രവ്യവസ്ഥ പഠിക്കുമ്പോഴും ലോകത്തിലെ ഏത് രാഷ്ട്രവ്യവസ്ഥ പഠിക്കുമ്പോഴും ആ രാഷ്ട്രവ്യവസ്ഥയിലെ അടിസ്ഥാന ഘടകം, അടിത്തറ എന്ന് പറയുന്ന സ്റ്റേറ്റും മാറി വരുന്ന ഗവൺമെൻറ്റും തമ്മിൽ ചില വൈരുദ്ധ്യങ്ങളുണ്ടാവും. ഇന്ത്യയിലും ആ തരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ ധാരാളമായിട്ടുണ്ടായിരുന്നു. എന്നാൽ 2014 ഇന്ത്യൻ സ്റ്റേറ്റും ഗവൺമെൻറ്റും ഉരുകിച്ചേർന്ന് അതൊരു സംയുക്തമായിട്ട്, രാഷ്ട്രീയ സംയുക്തമായിട്ട്, ഹിസ്റ്റോറിക്കൽ ബ്ലോക്ക് എന്ന് അന്തോണിയോ ഗ്രാംഷി പറയുന്ന ഒരു ചരിത്രപരമായ സംയുക്തമായിട്ട് മാറിയിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം പറഞ്ഞ് ഈ ഭാഗം അവസാനിപ്പിക്കാം. 1948 മഹാത്മാഗാന്ധി കൊല ചെയ്യപ്പെട്ടപ്പോൾ ലോകം മുഴുവൻ ഞെട്ടിയ സന്ദർഭമാണ്. ഗോഡ്സെ അതിനെ ന്യായീകരിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ ഭീകരൻ നാഥുറാം വിനായക് ഗോഡ്സെയാണ്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ആദ്യത്തെ ഭീകരപ്രവർത്തനം ഗാന്ധി വധമാണ്. പക്ഷേ ഭീകരതയെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പല സംഘടനകളുടെ പേര് പറയും, പല വ്യക്തികളുടെ പേര് പറയും. പക്ഷേ ഒരിക്കലും ആ പട്ടികയിൽ ഗോഡ്സെ വരില്ല. ഇനി ഞാൻ പറയുന്ന ഉദാഹരണം നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ്. ഈ ഗോഡ്സെ 5.5 മണിക്കൂർ നേരം കോടതിയിൽ ഗാന്ധിയെ കൊന്നത് ന്യായീകരിച്ച് സംസാരിച്ചു. ഓക്കെ, അതിന് അയാൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് കഴിഞ്ഞ് അയാൾ ജയിലിലേക്ക് എത്തിയപ്പോൾ ആ ജയിലിലെ സൂപ്രണ്ട് തന്നെ ഗോഡ്സെക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇംഗ്ലീഷ് കോഫി തയ്യാറാക്കി കൊടുത്തു. ഇത് ഗോഡ്സെ തൻ്റെ രക്ഷിതാക്കൾക്ക് എഴുതിയ കത്തിൽ പറയുന്നൊരു കാര്യമാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. സ്റ്റാൻ സ്വാമിയെപ്പോലെ ഏറ്റവും പ്രായമുള്ളൊരു മനുഷ്യന്, പാർക്കിൻസൺ രോഗമുള്ളൊരു മനുഷ്യന്, സ്ട്രോ ഇല്ലാതെ ഗ്ലാസ്സിൽ നിന്ന് വെള്ളം കുടിക്കാൻ കഴിയാത്തൊരു മനുഷ്യന് സ്ട്രോ കിട്ടാൻ വേണ്ടി സുപ്രീം കോടതി വരെ കേസിന് പോകേണ്ടി വന്ന ഒരു സംവിധാനം, ഇതാണ് സ്റ്റേറ്റിൻ്റെ ജയിൽ സംവിധാനം. അപ്പോൾ സ്റ്റാൻ സ്വാമിയെപ്പോലെ നിരവധി സാമൂഹ്യ പ്രവർത്തകർക്ക്, രാഷ്ട്രീയ പ്രവർത്തകർക്ക് പ്രാഥമിക അവകാശങ്ങൾ പോലും നിഷേധിക്കുന്ന ജയിൽ, ഇന്ന് പോലും നിഷേധിക്കുന്ന ജയിൽ, ഒരു രാഷ്ട്രപിതാവായ ഗാന്ധിയെ കൊന്ന ഇന്ത്യയിലെ ആദ്യത്തെ ടെററിസ്റ്റിന് ഇഷ്ടമുള്ള കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നു. ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? ഇത് സ്റ്റേറ്റും ഗവൺമെൻറ്റും തമ്മിൽ പൊരുത്തമില്ല. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് അന്ന് ഈ ഗോഡ്സെക്കെതിരാണ്. പക്ഷേ ഇന്ത്യൻ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റിൻ്റെ ഭാഗമായുള്ള ജയിലറ ഗോഡ്സെക്കൊപ്പമാണ്. ഇതുപോലെ തിരിച്ചും വരാം. എന്നാൽ 2014 ശേഷം സ്റ്റേറ്റും ഗവൺമെൻറ്റും പൂർണ്ണമായും ഉരുകിച്ചേർന്ന് ഒന്നായിരിക്കുന്നു. മീരാനന്ദയുടെ ഒരു പ്രയോഗം കടമെടുത്ത് പറഞ്ഞാൽ സ്റ്റേറ്റ് ടെമ്പിൾ കോർപ്പറേറ്റ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്ന, സ്റ്റേറ്റ് ടെമ്പിൾ കോർപ്പറേറ്റ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്ന ഒരു പുതിയ രാഷ്ട്രവ്യവസ്ഥ, ആ രാഷ്ട്രവ്യവസ്ഥ 2014 ഇന്ത്യയിൽ രൂപപ്പെട്ടു വന്നത് എന്നുള്ളത് കൊണ്ടാണ് 2014 മുമ്പും പിമ്പും എന്നൊരു വിഭജനം നടത്തണമെന്ന് പറയുന്നത്. ഇനി
ഈ വിഭജനത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറഞ്ഞ രണ്ട് സംഭവം ഞാൻ പറയുന്നത്. അതിലൊന്ന്, ഈ രണ്ട് സംഭവം പറയുന്നതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് പറഞ്ഞാൽ, ഇന്ത്യൻ ജനത സെക്കുലറാണ്, അതേസമയം ഇന്ത്യൻ സ്റ്റേറ്റ് സെക്കുലറല്ല. നേരെ തിരിച്ച് ആണ് സത്യത്തിൽ വേണ്ടത്. കാരണം ഒരു സ്ഥലത്ത് കലാപം ഉണ്ടാകുമ്പോൾ, സംഘർഷം ഉണ്ടാകുമ്പോൾ, അവിടെ സെക്കുലറിസം പരാജയപ്പെടുമ്പോൾ സെക്കുലറിസം നിലനിർത്താൻ എന്ത് ശ്രമത്തിനും നേതൃത്വം കൊടുക്കാൻ ഉത്തരവാദിത്വം സ്റ്റേറ്റിനാണ്. പക്ഷേ ഇന്ത്യയിൽ സെക്കുലറിസം തകർക്കുന്നതിന് സ്റ്റേറ്റ് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഇന്ത്യൻ ജനത സ്റ്റേറ്റിൻ്റെ ഈ തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഉപജാപങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് ഇന്ത്യൻ ജനത മുന്നേറുകയാണ്. ആ ഉദാഹരണം, ഈ ആദ്യം പറയുന്ന ഉദാഹരണം രണ്ടും നടന്നത്, അതായത് സ്റ്റേറ്റിൻ്റെ നേതൃത്വത്തിൽ സെക്കുലറിസത്തെ തകർക്കുന്ന ഉദാഹരണവും അതേസമയം ജനങ്ങളുടെ നേതൃത്വത്തിൽ സെക്കുലറിസത്തിന് കാവൽ നിൽക്കുന്ന ഉദാഹരണവും നടന്നത് മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിൽ 2014 ഇന്ത്യൻ ഫാസിസ്റ്റുകൾ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ നടന്നത് വേറിട്ടൊരു കൊലയാണ്. നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയ സംഘടനത്തിൻ്റെ ഭാഗമായി സംഭവിക്കാൻ പാടില്ലാത്ത സങ്കടകരമായ എത്രയോ കൊലകൾ നടന്നിട്ടുണ്ട്. അതൊന്നും ആഘോഷിക്കപ്പെടേണ്ടതല്ല. പക്ഷേ ഞാൻ പറയുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭവമാണ് 2014 മുഹമ്മദ് സാദിഖ് ഷെയ്ഖ് എന്ന് പറയുന്ന ഒരു ടെക്കി. ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെയും ഭാഗമല്ല. അദ്ദേഹത്തിൻ്റെ തലയിലെ തൊപ്പി, മുഖത്തെ താടി, പ്രത്യേക രീതിയിലുള്ള വസ്ത്രം, ഇതുമാത്രം കാരണമായിട്ട് പൂനെയിൽ വെച്ച് അദ്ദേഹം ക്രൂരമാംവിധം കൊല ചെയ്യപ്പെടുകയാണ്. കൊന്നത് അതിനുവേണ്ടി തെരഞ്ഞെടുത്ത സ്ഥലത്തിനും പ്രതീകാത്മക വാല്യൂ ഉണ്ട്. റാം റഹീം മിത്ര മണ്ഡൽ എന്ന സ്ഥലത്ത് വെച്ചാണ് കൊല ചെയ്യപ്പെട്ടത്. റാം റഹീം മിത്ര മണ്ഡൽ എന്നുള്ളത് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ ഒരു സ്മാരകമാണ്. അവിടെ വെച്ച് കൊന്നു എന്ന് മാത്രമല്ല, റാം റഹീം മിത്ര മണ്ഡൽ എന്ന ബോർഡ് അടിച്ച് തകർത്തു. അതായത് അതിനു മുമ്പൊക്കെ കൊലകൾ നടന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ ചുവടുവെപ്പ് നടക്കുകയാണ്. അത് മതനിരപേക്ഷതയുടെ ഒരു മൂല്യവും നിലനിൽക്കാൻ സമ്മതിക്കില്ല എന്ന പിന്മടക്കമില്ലാത്തൊരു തീരുമാനം ഇന്ത്യൻ ഫാസിസ്റ്റുകൾ നടപ്പിലാക്കുന്നു. എന്നിട്ട് ഫേസ്ബുക്കിൽ ആദ്യ വിക്കറ്റ് വീണു. ആ പ്രയോഗം വളരെ ശ്രദ്ധേയമാണ്. ആദ്യ വിക്കറ്റ് വീണു. ഈ കൊല ആഘോഷിക്കുകയാണ്. ഈ കൊല ഇവിടെ അവസാനിക്കില്ല, ഇത് തുടക്കമാണ്. ഇത് 2014 നടന്നതാണ്. തൊട്ട് ഒരു കൊല്ലം കൂടി കഴിഞ്ഞപ്പം 2015 മുഹമ്മദ് അഖ്ല കൊല ചെയ്യപ്പെടുന്നു ദാദ്രിയിൽ. അത് വിശദീകരിക്കേണ്ട ആവശ്യമില്ല, കാരണം എഴുത്തുകാരും കലാകാരന്മാരും എല്ലാം പ്രതികരിച്ചു, ലോകം മുഴുവൻ അത് ശ്രദ്ധിച്ചു. ഇത് രണ്ടും നടന്നത് മഹാരാഷ്ട്രയിലാണ്. അത് സ്റ്റേറ്റ് നടത്തിയ ടെററിസം തന്നെയാണ്. എന്നാൽ ഇതേ മഹാരാഷ്ട്രയിൽ മുംബൈക്കടുത്ത് മറ്റൊരു സംഭവം നടന്നു. അതിന് പക്ഷെ വേണ്ടത്ര ഇത് വാർത്ത തന്നെ പുറത്തു കൊണ്ടുവന്നത് ആദ്യം ഇന്ത്യൻ മാധ്യമങ്ങളല്ല. അമേരിക്കയിലെ ഒരു ഇടതുപക്ഷ പ്രസിദ്ധീകരണമാണ്, ഒരു ഓൺലൈൻ പ്രസിദ്ധീകരണമാണ് ഈ വാർത്ത ആദ്യം പുറത്തു കൊണ്ടുവന്നത്. പിന്നീട് ഇന്ത്യൻ മാധ്യമങ്ങൾ ആ വാർത്ത ഏറ്റെടുത്തു. നമ്മളെല്ലാം ഏറ്റെടുക്കേണ്ട ഒരു വാർത്തയാണത്. ആ വാർത്ത ഇതാണ്: നൂർജഹാൻ ഷെയ്ഖ് എന്നൊരു സ്ത്രീ, ഗർഭിണി, ഇല്യാസ് ഷെയ്ഖ് പങ്കാളി. ഈ ഗർഭിണി സിയോൺ ആശുപത്രിയിലേക്ക് പോവുകയാണ്. സിയോൺ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ, മുംബൈയിൽ വെച്ച് സിയോൺ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ വഴിയിൽ വെച്ച് പ്രസവിക്കുന്നുള്ള അവസ്ഥയായപ്പോൾ ടാക്സിക്കാരനെ ഇറക്കി വിട്ടു. ഇല്യാസ് ഷെയ്ഖ് അന്താളിച്ച് നിന്നു പെരുവഴിയിൽ. നൂർജഹാൻ ഷെയ്ഖ് നിർത്താതെ നിലവിളിക്കാൻ തുടങ്ങി. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള ഒരു ഗണേശ ക്ഷേത്രത്തിൽ നിന്ന്, ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് വഡാല, WADA വഡാല എന്ന സ്ഥലത്തെ ക്ഷേത്രത്തിൽ നിന്ന് ഭക്തകളായുള്ള സ്ത്രീകൾ ഇറങ്ങി വന്നു. എന്നിട്ട് അവർ നൂർജഹാൻ ഷെയ്ഖിനെ എടുത്തിട്ട് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി. എന്നിട്ട് അവിടെ സാരിയൊക്കെ വലിച്ചു കെട്ടി താൽക്കാലികമായിട്ട് ഒരു ലേബർ റൂം ഉണ്ടാക്കി. അടിവര ഒരു ആരാധനാലയത്തിൻ്റെ അകത്ത് അവർ ഒരു ലേബർ റൂം ഉണ്ടാക്കി. അവിടെ വെച്ച് ഈ നൂർജഹാൻ ഷെയ്ഖ് പ്രസവിച്ചു ഒരു ആൺകുട്ടി. നൂർജഹാൻ ഷെയ്ഖ് ആ കുഞ്ഞിന് ഗണേഷ് എന്ന് പേരിട്ടു. കാരണം അപകടത്തിൽ രക്ഷയായത് ഗണേശ് ഭഗവാനാണല്ലോ. ഭക്തകളായ സ്ത്രീകൾ ബാൽ ഗണേശ്, കുട്ടി ഗണേശ് എന്ന് വിളിച്ചു.
അത് വലിയൊരു ആഘോഷമായിട്ട് മാറി. ലോകമാധ്യമങ്ങൾ അത് ആഘോഷിച്ചു. പിന്നീട് ഇന്ത്യൻ മാധ്യമങ്ങൾ ഏറ്റുപിടിച്ചു. സത്യത്തിൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്ത്രീകളാരും ഈ ക്ഷേത്രത്തിൽ പൂജയ്ക്ക് വരുമ്പോൾ, ആരാധനയ്ക്ക് വരുമ്പോൾ വഴിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് മുൻകൂട്ടി വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഉണ്ടായാൽ ഇങ്ങനെ പെരുമാറണമെന്നവർ തീരുമാനിച്ചിട്ടില്ല. ആരും അവരോട് പ്രത്യേകിച്ച് ഇങ്ങനെ പെരുമാറാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. എന്നിട്ടും അവർ പെരുവഴിയിൽ വെച്ചൊരു സ്ത്രീ പ്രസവവേദന കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ആരുടെയും പ്രത്യേക ആഹ്വാനമില്ലാതെ, മതജാതി പരിഗണനകളില്ലാതെ, രാഷ്ട്രീയ പരിഗണനകളില്ലാതെ അവരെ എടുത്ത് ആരാധനാലയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്ത്രീകൾ പല പാർട്ടിയിൽപ്പെട്ടവരും ഉണ്ടാവും, ഒരു പാർട്ടിയിൽ പെടാത്തവരും ഉണ്ടാവും. അവിടെ പാർട്ടി പ്രശ്നമില്ല, മുൻകൂട്ടിയുള്ള ആലോചന പ്രശ്നമില്ല. ഇനി നൂർജഹാൻ ഷെയ്ഖിനെ സംബന്ധിച്ചിടത്തോളം ഗണേശന് പേര് കൊടുക്കുമ്പോൾ അവർക്കും പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത് സൂചിപ്പിക്കുന്നത് മുഹമ്മദ് ഷാദിഖ് ഷെയ്ഖ് ആക്രമിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ആദ്യ വിക്കറ്റ് വീണു എന്ന് പറയുകയും അതിന് സ്റ്റേറ്റിൻ്റെ പിന്തുണ കിട്ടുകയും മുഹമ്മദ് അഖ്ലാഖിൻ്റെ കൊലയും ഇതുപോലുള്ള ആൾക്കൂട്ട കൊലകളും ഒരു ഭാഗത്ത് അരങ്ങേറുമ്പോൾ അതേ ഇന്ത്യയിൽ സംഭവിച്ചൊരു കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. സ്റ്റേറ്റ് ഏതൊരു സ്റ്റേറ്റാണോ സെക്കുലറിസം സംരക്ഷിക്കേണ്ടത്, ആ സ്റ്റേറ്റ് സെക്കുലറിസത്തെ തകർക്കുകയും എന്നാൽ അതിനെതിരെ ഒരു ജനത പ്രത്യേകിച്ചൊരു മുൻകരുതലുമില്ലാതെ, അവിടെയാണ് നമ്മളിപ്പം മതനിരപേക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, സംഘടനകളൊക്കെ വളരെ ബോധപൂർവം തീരുമാനം എടുത്തിട്ട് ഇതിനെ പ്രതിരോധിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ മൂല്യമുണ്ട് സത്യത്തിൽ പ്രത്യേകിച്ചൊരു മുൻകൂർ തീരുമാനം എടുക്കാതെ. മാത്രമല്ല, ഇതിലൊരു മഹാസന്ദേശമുണ്ട്. ആ സന്ദേശം ഞാൻ രണ്ടാമത്തെ ഒരു സംഭവമായിട്ട്, അത് പശ്ചിമ ബംഗാളിൽ 2018 മാർച്ച് മാസത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. കൽക്കത്ത കഴിഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ ഏറ്റവും തിരക്കുള്ള പട്ടണം, വ്യത്യസ്ത ജനവിഭാഗങ്ങൾ ഇടതിങ്ങിപ്പാർക്കുന്ന പട്ടണം ആൻസോൾ എന്നൊരു സ്ഥലമാണ്. അവിടെ രാമനവമി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട്, ആഘോഷമല്ല, രാമനവമി ആഘോഷമൊക്കെ എത്രയോ കാലമായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷെ സമീപകാലത്ത് ആഘോഷങ്ങളിൽ ചോര ഒഴുക്കുക എന്ന ഫാസിസ്റ്റ് അജണ്ടയുടെ ഭാഗമായിട്ട് 2014 മുമ്പ് വർഗീയ സംഘർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ 2014 ശേഷമുള്ള പ്രത്യേകമായ അജണ്ടയും അതിൻ്റെ ഭാഗമായിട്ട് ഉത്സവങ്ങളിൽ നമുക്കറിയാം പലതരത്തിലുള്ള ബലൂണുകൾ, വാദ്യമേളങ്ങൾ, ഇതതിന് പകരം വാള്, തോക്ക്, തൃശൂലം, അതിൻ്റെ സ്വഭാവം തന്നെ മാറുകയാണ്. അങ്ങനെ സ്വഭാവം മാറിയ വളരെ അഗ്രസീവായിട്ടുള്ള ഇത്തരത്തിലുള്ള വലിയ ഘോഷയാത്രകൾ, അതിൽ കലാപങ്ങൾ, കൊലകൾ, ഇതൊക്കെ നടക്കുകയാണ്. അങ്ങനെ ആൻസോളിലും വലിയ സംഘർഷമുണ്ടായി. ആ സംഘർഷത്തിൽ ഇമാം ഷിപ്തുള്ള റാഷിദിയുടെ മകൻ കലാപത്തിൽ കൊല്ലപ്പെട്ടു. ഞാൻ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. 16 വയസ്സാണ്. ആ ഗ്രാമത്തിന് മുഴുവൻ സുസമ്മതനായ ഒരു കുട്ടി കൊല്ലപ്പെടുന്നു. ഷിപ്തുള്ള റാഷിദി എന്നാണ് ആ കുട്ടിയുടെ പേര്. കൊല്ലപ്പെടുന്നു. ജനങ്ങൾ പ്രതികാര സജ്ജരായിട്ട് നൂറാനി പള്ളി, ആ നൂറാനി പള്ളിയിലെ ഇമാമാണ് ഇമാം ഷിപ്തുള്ള റാഷിദി. അവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം എന്താ വെച്ചാൽ, 30 കൊല്ലമായി ഞാൻ നിങ്ങളെ സ്നേഹത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നു. എൻ്റെ മകൻ നഷ്ടപ്പെട്ടു, നമ്മുടെ ഗ്രാമത്തിനൊരു കുട്ടി നഷ്ടപ്പെട്ടു. നിങ്ങൾ പ്രതികാര സജ്ജമാവുകയാണെങ്കിൽ ഞാൻ പള്ളിയിലെ ഇമാം ജോലി ഒഴിവാക്കി ഇവിടെ നിന്നും പോകുന്നതാണ് എന്ന് പറഞ്ഞപ്പോൾ വലിയ തീജ്വാലയായിട്ട് ആളിപ്പടരേണ്ട ഒരു കലാപം കെട്ടടങ്ങുകയാണ് ഉണ്ടായത്. ഞാൻ ഈ 2 ഉദാഹരണം മാത്രം പറഞ്ഞത് ഒരു കാര്യം കൃത്യമായി സൂചിപ്പിക്കാനാണ്. ഭരണകൂടം നവഫാസിസ്റ്റ് ആയിരിക്കുമ്പോഴും അത് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനുള്ള നാനാതരത്തിലുള്ള ഇടപെടലുകൾ നടത്തുമ്പോഴും ജനങ്ങൾക്കതിനെ പലതരത്തിൽ ചെറുക്കാൻ പറ്റും. അത്തരത്തിലുള്ള ചെറുത്തുനിൽപ്പിൻ്റെ ഒരു ഭാഗമാണ് സത്യത്തിൽ എഴുത്തിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെക്കൽ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അനുസ്മരണം എന്നുള്ളത് അനാഥമായി പോവില്ല.
അതിനൊരു സാമൂഹ്യ ദൗത്യം നിർവഹിക്കാൻ പറ്റും. ആ ദൗത്യം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രത്തിലെ ഭരണകൂടം എത്ര തന്നെ ഭീതിജനകമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു അന്തരീക്ഷം, ഓരോ മനുഷ്യനും സ്വയം സൗഹൃദത്തിൻ്റെ ഒരു ആൽബമായി തീരുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് സാധ്യമാണ്. ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിലും അത് സാധ്യമാണ് എന്ന് തെളിയിക്കുന്ന എത്രയോ ഉദാഹരണമുണ്ട്. പക്ഷേ അത്തരം വാർത്തകൾ വേണ്ടത്ര പുറത്തു വരുന്നില്ല. അതാത് പ്രദേശത്ത് മാത്രമായിട്ട് ഒതുങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. അതിനെ എല്ലാ പ്രദേശത്തേക്കുമായി വിപുലപ്പെടുത്തുക എന്ന ഭാരിച്ച ദൗത്യം ജനായത്ത കാഴ്ചപ്പാട് പുലർത്തുന്ന മുഴുവൻ മനുഷ്യർക്കും ഏറ്റെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബേവിഞ്ച മാഷെ അനുസ്മരിക്കുന്ന ഈ സമയം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു സമയമാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ചു, അനുസ്മരണം എന്നത് സ്വന്തം കാലത്തിന് അഭിമുഖമാകലാണ്. നമ്മൾ ജീവിക്കുന്ന കാലത്തോട് സംവദിക്കലാണ്, അതിനോട് സംഭാഷണം നടത്തലാണ്. അങ്ങനെ സംഭാഷണം നടത്തുമ്പോൾ ഏത് മതത്തിൽപ്പെട്ടവരും ഏത് പാർട്ടിയിൽപ്പെട്ടവരും ആർക്ക് വോട്ട് ചെയ്യുന്നവരും അവർക്കൊക്കെ സൗഹൃദത്തോടെ സ്നേഹത്തോടെ ജീവിക്കണമെന്ന ഒരു കാഴ്ചപ്പാട് ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ കഥയിൽ ഒരിടത്ത് പറയുന്നുണ്ടല്ലോ, മണ്ടൻ മുത്തപ്പ നമ്പർ 1 കള്ളനാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവളാണ് സൈനബ. ഒരു ദിവസം മണ്ടൻ മുത്തപ്പ കാണുന്നത് സൈനബ തട്ടത്തിൻ്റെ ഉള്ളിൽ എവിടുന്നോ വെട്ടിയൊരു വാഴക്കൊലയായിട്ട് വരുന്നതാണ്. അപ്പോൾ സൈനബ മണ്ടൻ മുത്തപ്പയെ കാണുമ്പോൾ വലിയൊരു വിജയിയുടെ ചിരി ചിരിച്ചു. കാരണം മണ്ടൻ മുത്തപ്പ കള്ളനാണല്ലോ, തൻ്റെ പ്രണയിനിയുമാണ്, അതുകൊണ്ട് ഇതിനെ അഭിനന്ദിക്കുമെന്നാണ് സൈനബ വിചാരിച്ചത്. പക്ഷേ മണ്ടൻ മുത്തപ്പ പറഞ്ഞത് അത് വേണ്ടായിരുന്നു സൈനബ എന്നാണ്. മണ്ടൻ മുത്തപ്പ കള്ളൻ തന്നെയാണ്, അതയാളിപ്പം തൽക്കാലം നിർത്തും തോന്നില്ല. പക്ഷേ അയാളുടെ പ്രിയപ്പെട്ടവർ കൂടി ആ പണി ഏറ്റെടുക്കുന്നത് അയാളെ സംബന്ധിച്ചിടത്തോളം സഹിക്കുന്നതല്ല. അതുകൊണ്ട് ഫാസിസ്റ്റ് അനുകൂല കാഴ്ചപ്പാട് പുലർത്തുന്നവരും സത്യത്തിൽ ഈ പറഞ്ഞ കൊലവിളിയുടെ, ഭിന്നിപ്പിൻ്റെ, വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒക്കെ അവസ്ഥകളുമായിട്ട് പൊരുത്തപ്പെടാൻ ആഗ്രഹിക്കുന്നവരല്ല. കാരണം അങ്ങനെ പൊരുത്തപ്പെട്ടാൽ പിന്നെ ജീവിതം അസാധ്യമായി തീരും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്, മനുഷ്യർ തമ്മിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടാൽ പിന്നെ ജീവിതം വരണ്ട്, സ്നേഹത്തിൻ്റെ വിത്ത് മുളയ്ക്കില്ല, സൗഹൃദത്തിൻ്റെ വിത്ത് മുളയ്ക്കില്ല, ഒന്നും മുളയ്ക്കില്ല. അതുകൊണ്ട് വിശ്വാസ നഷ്ടമാണ് മനുഷ്യർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ നഷ്ടം. അതായത് ഇപ്പം ഞാനോ നിങ്ങളോ നമുക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ, ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്കൊരു ഉത്കണ്ഠയില്ല. എന്താ ഉത്കണ്ഠ ഇല്ലാത്തത്? നമ്മൾ അവിടുത്തെ എല്ലാ ഭക്ഷണവും കൃത്യം പരിശോധിച്ച് അതിനൊരു കുഴപ്പമില്ല എന്ന് ഉറപ്പാക്കിയിട്ടൊന്നല്ല. അതൊരു ഫെയ്ത്താണ്, ഒരു വിശ്വാസമാണ്. ഒരാൾ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം തരുമ്പോൾ നമ്മൾ ആ വെള്ളം കുടിക്കുകയാണ്. നമുക്ക് ഒരു തരത്തിലുള്ള അവിശ്വാസവുമില്ല. അങ്ങനെ അവിശ്വാസം ഇല്ലാതിരിക്കുന്നത് എത്രയോ കാലത്തെ ഇടതടവില്ലാത്ത ഇടപെടൽ കൊണ്ട് രൂപപ്പെട്ടു വന്ന ഒരു സൗഹൃദത്തിൻ്റെ, നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു ദിവസം പെട്ടെന്ന് ഇത്തരം ഒരു മാനസികാവസ്ഥ ഉണ്ടായതല്ല. വലിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു മാനസികാവസ്ഥ ഉണ്ടായത്. ഈ വിശ്വാസം തകർക്കാൻ ഇപ്പോൾ ഹോട്ടലിലൊക്കെ മുമ്പിൽ ഞാനൊരു ചെറിയ കുറിപ്പ് എഴുതിയിരുന്നു. അതിൻ്റെ തലക്കെട്ട് ഉണ്ടപ്പൊരിയും ഉത്തരവും എന്നാണ്. അതായത് ഹോട്ടലിലൊക്കെ മുമ്പിൽ ബോർഡ് എഴുതി വെക്കുക, ഇങ്ങനെയാണ് മുമ്പ് ഉണ്ടപ്പൊരി 5 ഉറുപ്പ്യ. അങ്ങനെ ആ ഹോട്ടലുള്ള പലഹാരത്തിൻ്റെ പേരാണ് എഴുതി വെക്കുക. ഇപ്പോൾ ഇന്ത്യൻ സർക്കാർ പറയുന്നത്, മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും ജാർഖണ്ഡിലും ഒക്കെ അവിടുത്തെ സർക്കാർ പറയുന്നത് അവിടുത്തെ ഉടമയുടെ പേരും ജീവനക്കാരുടെ പേരും എഴുതി വെക്കണം എന്നാണ്. ഇതാണ് 2014 മുമ്പും പിമ്പും തമ്മിലുള്ള വ്യത്യാസം. 2014 മുമ്പ് ഹോട്ടലിൻ്റെ മുമ്പിൽ എഴുതി വെച്ചത് ഉണ്ടപ്പൊരി, പഴംപൊരി, എണ്ണക്കടികൾ എന്നൊക്കെയാണ് എഴുതി വെച്ചത്. ഇപ്പം മുഹമ്മദ് കോയ, പിന്നെ അതുപോലുള്ള ആൾക്കാർ. അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാരുടെ പീടികയിൽ നിന്ന് ഭക്ഷണം കഴിക്കരുത് എന്ന് ആജ്ഞാപിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? വിശ്വാസ നഷ്ടത്തിൻ്റെ ഒരു ലോകം അങ്ങനെ നമ്മൾ അറിയാതെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അയനസ്കോയുടെ പഴയൊരു നാടകത്തിൽ മൃതദേഹം ഇങ്ങനെ വളരുന്നുണ്ട്. മൃതദേഹമാണ് വളരുന്നത്. മുറിയിൽ സൂക്ഷിച്ച മൃതദേഹത്തിൻ്റെ കാല് ജനവാദിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് നീണ്ടു വന്നിരിക്കുകയാണ്. പരിഭ്രമിക്കാൻ പിന്നെ എന്തെങ്കിലും കാര്യം വേണോ? പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ മേൽക്കൂര പൊളിച്ചിട്ട് ഇത് മുകളിലേക്ക് അങ്ങ് പോവുകയാണ്. ഏത്? ശവം, ജീർണത.
അങ്ങനെ ജീർണത വളരുന്നൊരു കാലത്താണ്. പോരാ, ഭരണകൂടം ജീർണതയെ ബോധപൂർവം വളർത്തുന്നൊരു കാലത്താണ്. മനുഷ്യപ്പറ്റിൻ്റെ മഹാസന്ദേശം തൻ്റെ രചനകളിലൂടെ ആവിഷ്കരിച്ച പ്രിയപ്പെട്ട ഇബ്രാഹിം ബേവിഞ്ച മാഷെ നമ്മൾ അനുസ്മരിക്കുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.